നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമരം മൂലം യാത്ര റദ്ദായി. ദുരിതമനുഭവിച്ച യാത്രക്കാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് നഷ്ടപരിഹാരം നൽകുക. മക്കയിലേക്ക് തീർത്ഥാടകർക്കായി ബസ് സർവീസ് വർദ്ധിപ്പിച്ചു. ട്രാൻസ്പോർട്ട് അതോറിറ്റി. ജിംനേഷ്യം അംഗത്വ നടപടികൾ കർശനമാക്കി അബുദാബി. മലയാളി ഉപഭോക്താക്കൾക്കും പ്രയോജനകരം. കൊടുംചൂടിൽ ചുട്ടുപൊള്ളി കുവൈത്ത്. രാജ്യത്ത് 3 മാസത്തേക്ക് ഉച്ചവിശ്രമം. കേരളത്തിൽ നിന്ന് ഹജ്ജിനെത്തിയ ആദ്യ സംഘത്തിന് ജിദ്ദ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സമരം മൂലം യാത്ര റദ്ദായി. ദുരിതമനുഭവിച്ച യാത്രക്കാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് നഷ്ടപരിഹാരം നൽകുക. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ നടത്തിയ മിന്നൽ സമരം മൂലം യാത്ര മുടങ്ങി ദുരിതമനുഭവിച്ച എല്ലാ യാത്രക്കാർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ബാധ്യസ്ഥമാണെന്നും അത് വാങ്ങിക്കൊടുക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇടപെടണമെന്നും നവയുഗം സാംസ്കാരിക വേദി ദെല്ല ടയോട്ട യൂണിറ്റ് സമ്മേളനം ഒരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വിമാനങ്ങൾ അവസാന നിമിഷം റദ്ദാക്കിയതുമൂലം ഒട്ടേറെ പ്രവാസികൾ ഏറെ കഷ്ടപ്പാടുകൾ നേരിടുകയുണ്ടായി. യാത്ര മുടങ്ങിയ കാരണം വിസ തീർന്ന ചിലരുടെ ജോലി വരെ നഷ്ടപ്പെടുകയുണ്ടായി. അസുഖബാധിതനായി മരണാസന്നനായ ഭർത്താവിനെ അവസാനമായി കാണാനുള്ള അവസരം പോലും ഒരു ഭാര്യയ്ക്ക് നഷ്ടമായി. ഇതേപോലെ യാത്രക്കാരായ പ്രവാസികൾ അനുഭവിച്ച മാനസിക വ്യഥ പറഞ്ഞാൽ തീരാത്തതാണെന്നും ഇമാതിരി സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും യാത്രക്കാർക്ക് നിയമപരമായി തന്നെ അർഹമായ നഷ്ടപരിഹാരം എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനി നൽകിയേ മതിയാകൂ എന്ന് ദമാമിൽ നവയുഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദമാം. മക്കയിലേക്ക് തീർത്ഥാടകർക്കായി ബസ് സർവീസ് വർദ്ധിപ്പിച്ചു. ട്രാൻസ്പോർട്ട് അതോറിറ്റി. റിയാദിൽ ഹജ്ജ് സീസൺ ആസന്നമായിരിക്കെ രാജ്യത്തെ നഗരങ്ങൾക്കിടയിൽ ബസ്സുകളിൽ തീർത്ഥാടകരെ മക്കയിലേക്കും തിരിച്ചും എത്തിക്കുന്നതിനുള്ള സേവനങ്ങൾ വർദ്ധിപ്പിച്ചതായി ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. രാജ്യത്തെ നഗരങ്ങൾക്കും പ്രദേശങ്ങൾക്കുമിടയിൽ ബസ്സുകളിൽ യാത്രക്കാരെ എത്തിക്കുന്നതിൽ വൈദഗ്ധ്യവും പരിചയസമ്പത്തുമുള്ള 3 പ്രമുഖ കമ്പനികളെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കമ്പനി, ദർബ് അൽവത്വൻ കമ്പനി, സാറ്റ് കമ്പനി എന്നിവയാണിത്. തീർത്ഥാടകരെ മക്കയിലേക്ക് കരമാർഗം കൊണ്ടുപോകുന്നതിനുള്ള ഉത്തരവാദിത്തം ഈ കമ്പനികൾക്കായിരിക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. ജിംനേഷ്യം അംഗത്വ നടപടികൾ കർശനമാക്കി അബുദാബി. മലയാളി ഉപഭോക്താക്കൾക്കും പ്രയോജനകരം. അബുദാബിയിൽ ജിംനേഷ്യം അംഗത്വ നടപടികൾ കർശനമാക്കി അബുദാബി സാമ്പത്തിക വികസന വകുപ്പ്. അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉടമകളും മാനേജർമാരും ബാധ്യസ്ഥരാണെന്നും വ്യക്തമാക്കുന്നു. ജിം പാക്കേജ് നിരക്ക്, പുതുക്കൽ, പരിശീലന കാലയളവ്, അടച്ചുപൂട്ടൽ, നഷ്ടപരിഹാരം എന്നിവ സംബന്ധിച്ചും പുതിയ നിബന്ധനകളിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. കൊടുംചൂടിൽ ചുട്ടുപൊള്ളി കുവൈത്ത്. രാജ്യത്ത് 3 മാസത്തേക്ക് ഉച്ചവിശ്രമം. കുവൈത്ത് സിറ്റിയിൽ കൊടുംചൂടിൽ നിന്ന് തൊഴിലാളികളെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി കുവൈത്തിൽ ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ 3 മാസത്തേക്ക് ഉച്ചവിശ്രമം ആരംഭിക്കുന്നു. തുറസായ സ്ഥലങ്ങളിൽ ജോലിയെടുക്കുന്നവർക്ക് രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ ഇടവേള നൽകണമെന്നാണ് നിയമം. ഈ സമയത്ത് ജോലി എടുപ്പിക്കുന്നത് നിരോധിച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അറിയിച്ചു. അടിയന്തര സേവന മേഖല ഒഴികെ പുറം ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗം കമ്പനികളും നിയമം പാലിക്കണം. നിരോധിത സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യിക്കുന്നത് കുറ്റകരമാണ്. നിയമലംഘകർക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകും. ആവർത്തിച്ചാൽ ഒരു തൊഴിലാളിക്ക് 100 മുതൽ 200 ദിനാർ നിരക്കിൽ പിഴ ഈടാക്കും. നിയമലംഘനം ശരിയാക്കുന്നതുവരെ സ്ഥാപനത്തിന്റെ ഫയൽ ബ്ലോക്ക് ചെയ്യും. അതിനാൽ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കാനാകില്ലെന്നും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. കേരളത്തിൽ നിന്ന് ഹജ്ജിനെത്തിയ ആദ്യ സംഘത്തിന് ജിദ്ദ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. ജിദ്ദയിൽ സംസ്ഥാന ഹജ്ജ് ഗ്രൂപ്പ് വഴി ഹജ്ജ് കർമ്മത്തിനെത്തിയ ആദ്യ സംഘത്തിന് ജിദ്ദ വിമാനത്താവളത്തിൽ ഹൃദ്യമായ വരവേൽപ്പ് നൽകി. 166 തീർത്ഥാടകരാണ് പ്രഥമ യാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 10:30 കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 3011 എന്ന നമ്പർ വിമാനം പുലർച്ചെ സൗദി സമയം 5 ജിദ്ദ വിമാനത്താവളത്തിൽ എത്തി.
ഹാജിമാർക്ക് ജിദ്ദയിലെ മലയാളി സമൂഹത്തിന്റെ ഊഷ്മളമായ സ്വീകരണമാണ് വിമാനത്താവളത്തിൽ ലഭിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8-നും വൈകിട്ട് 3-നുമാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ. 2 വിമാനങ്ങളിലും 166 വീതം യാത്രക്കാരുണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ജിദ്ദ, സൗദി അറേബ്യ. UAE-യിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.